ഇതാണ് ഓസ്ട്രേലിയയിൽ ഞാൻ കണ്ട ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്ഥലം. അതുകൂടാതെ അത്രയ്ക്കും അപകടകരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടേക്ക് നമുക്ക് 2 രീതിയിൽ വരാം. അതായത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഷട്ടിൽ ബസ്സും എടുക്കാം, അതുകൂടാതെ നമുക്ക് വണ്ടി ഓടിച്ചു വരാൻ പറ്റും. ഷട്ടിൽ ബസ് ഉപയോഗിച്ച് എങ്ങനെ ഇവിടെ എത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിലുള്ള ക്രേഡൽ മൗണ്ടെയിൻ. ക്രേഡൽ മൗണ്ടെയിനിലുള്ള ഡോവ് ലേക്കിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത്. അതായത് ഷട്ടിൽ ബസ്സിൻ്റെ ടിക്കറ്റ് എല്ലാം ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട്. അത് ആക്ച്വലി അത്യാവശ്യം ഒരു 4-4:30 വരെ വൈകുന്നേരം ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കോഫിയോ അല്ലെങ്കിൽ വല്ല സാൻഡ്വിച്ചോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ വരുന്നത്. ഇവിടെ നിന്നാണ് അവരുടെ ഷട്ടിൽ ബസ്സിൻ്റെ ട്രിപ്പുകളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടിക്കറ്റ് 72 hours വരെ വാലിഡാണ് ഒരു ടിക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫെയറിനകത്ത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ സർവീസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതൊരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു ഷട്ടിൽ ബസ്സാണ്. ഇതിനകത്ത് എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്ററിൽ നിർത്തും. പിന്നെ സ്നേക്ക് ഹിൽ എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. പിന്നെ റോണി ക്രീക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോവിലേക്കാണ് വരുന്നത്. ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് കാണാനായിട്ട്. അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല. ടാസ്മാനിയയിലെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ഈ പോയത് ഡിസംബറിലാണ്. ഏകദേശം ഒരു പീക്ക് ടൈമാണ്. അവിടെ അത്യാവശ്യം നല്ല ഒരു തിരക്കുള്ള സമയം കൂടിയായിരുന്നു. ബസ് ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനുണ്ടത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു തണുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ജാക്കറ്റൊന്നും ഇല്ലാതെ അങ്ങ് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 20 മിനിറ്റ് തുടങ്ങിയിട്ട് 8 മണിക്കൂർ വരെ എടുക്കുന്ന ഹൈക്കുകളുണ്ട്. അതായത് റൗണ്ട് ട്രിപ്പ് 8 മണിക്കൂർ വരെ എടുക്കുന്ന ഹൈക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഹൈക്കുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ടിക്കറ്റ് എടുത്ത കൗണ്ടറിൽ നമ്മൾ പറയണമെന്ന് നിർബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ അവരറിഞ്ഞിരിക്കണം എത്ര പേര് എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അവർക്കൊരു റെസ്ക്യൂവിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിളാണ്. അതായത് ഒരു വാർണിംഗ് പോലും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും ചേഞ്ച് ആവുണ്ടാവുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടവും. എന്താ സ്നേഹം നടന്നെത്തിയിട്ട് എങ്ങനെയുണ്ട്? അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ടെന്നല്ലേ കാറ്റിന്. അപ്പോൾ അവർ ബേസിക്കലി പറയുന്നുണ്ട് നമ്മളോട് വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു ജാക്കറ്റ് കയ്യിൽ എപ്പോഴും കരുതണമെന്ന് വെച്ചാൽ ഇവിടുത്തെ വെതർ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞായിരുന്നു. അപ്പോൾ അവർ പ്രത്യേകം തന്നെ നമ്മളോട് പറയുന്നുണ്ട് വാട്ടർ പ്രൂഫായിട്ടുള്ള ജാക്കറ്റ് എടുക്കണമെന്ന്. ആക്ച്വലി ടാസ്മാനിയയിലെ എയറാണ് ഏറ്റവും നല്ല പ്യുവറായിട്ടുള്ള എയർ എന്ന് പറയുന്നത്. അത് ഓസ്ട്രേലിയയിൽ മാത്രമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിലാണ് ഒരു ടാസ്മാനിയയിലെ എയറിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് അറിയില്ല. അല്ല, ടാസ്മാനിയയിലെ എയറാണ് ഏറ്റവും നല്ല എയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഓസ്ട്രേലിയ വൈഡായിട്ടാണോ ഉദ്ദേശിക്കുന്നത് അതോ ലോകമെമ്പാടുമായിട്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയട്ടെ. അതെ, ടാസ്മാനിയ എന്നുള്ള സ്ഥലവും അതിനകത്ത് വരുന്നുണ്ട്. അതായത് പ്യുവറസ്റ്റ് ആയിട്ടുള്ള എയർ, അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള എയർ ഉള്ള സ്ഥലങ്ങളിൽ ഒരെണ്ണം കൂടിയാണ് ടാസ്മാനിയയിലെ ഒരു റിമോട്ട് സ്ഥലമാണ്. അപ്പോൾ പറയുമ്പോൾ മൊത്തത്തിൽ ടാസ്മാനിയയിലെ എയർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആക്ച്വലി ദൂരെ ഒരു ഷെഡ് മാതിരി കാണുന്നുണ്ട്. അതാണ് ബോട്ട് ഷെഡ് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളത്. ബോട്ടൊന്നുമില്ല, പക്ഷേ ഒരു ബോട്ട് ഷെഡ് എന്നാണത്. ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നവർ ആക്ച്വലി ഈ ഡോവ് ലേക്കിനകത്തുള്ള ഈ ബോട്ട് ഷെഡ് കാണാനും അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഹൈക്ക് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും പോകുന്നത് അതിലേക്കാണ്. അപ്പോൾ ഈ ഡോവ് ലേക്കിൻ്റെ അടുത്തുള്ള ഈ ബോട്ട് ഷെഡ് 1940 ഇത് പണിതിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇവിടെ സ്റ്റേഷൻ ചെയ്ത റേഞ്ചറാണ് പണിതിരിക്കുന്നത്. പിന്നെ പലപ്പോഴായിട്ട് അതിന് എന്താ പറയുക, നമ്മൾ പറയല്ലോ നശിച്ചു പോയിട്ട് അല്ലെങ്കിൽ ഒരു റെനോവേഷൻ വർക്കുകളെല്ലാം പലപ്പോഴും ചെയ്തിട്ടുണ്ട്. പക്ഷേ 1940 എങ്ങനെയാണ്
എങ്ങനെയാണോ അത് പണിതിരുന്നത് അതേ ഒരു പാറ്റേണിലും അതേ ഒരു സ്റ്റൈലിലും അതേ ഒരു ഹൈറ്റിലും എല്ലാ രീതിയിലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തുന്നത്. ഇതാണ് ആ ബോട്ട് ഷെഡ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പൈൻ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബോട്ട് ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ റൂഫും മരം തന്നെയാണ്, ഉള്ളിലും സൈഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് മരം തന്നെ വെച്ചിട്ടാണ്. പിന്നെ ഒരു ബോർഡ് വാക്ക് ഉണ്ട്, അതായത് മരം കൊണ്ട് അടിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഹൈക്കിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ബോർഡ് വാക്ക് വരുന്നത്. ആക്ച്വലി പണ്ട് ഇവിടെ ബോട്ടുകൾ ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ അത് നിർത്തലാക്കിയായിരുന്നു. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു പൊള്ളയായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ പലരും വരുന്നവർ ടൂറിസ്റ്റുകളെല്ലാം ഇത് എൻജോയ് ചെയ്യാനെന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നവരും ഒരുപാടാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത്ര നേരം നല്ല വെയിലായിരുന്നു, അത്യാവശ്യം വലിയ ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് മഴയായി. ആക്ച്വലി ഇത് 4 വർഷം മുമ്പും ഞാൻ വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് എൻ്റെ കയ്യിൽ ജാക്കറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ എന്നോട് പറഞ്ഞു ഒരു ജാക്കറ്റില്ലാതെ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഒരു ജാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോഴും അത് തന്നെ, ജാക്കറ്റ് കൊണ്ടുവന്നതുകൊണ്ട് മഴ നനയാണ്ട് പോരാം. ഇവരെ കാണാൻ പറ്റണമെന്ന് അറിയില്ല, ഒരു 3-4 പേര് ഇവിടെ തുഴഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ടാസ്മാനിയയിലെ വെതർ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല, അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയണേ. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെയാണ് വെതറുകൾ മാറിയെന്ന് വെച്ചാൽ സിഡ്നിയിലൊക്കെ ഇപ്പോൾ വെച്ചാൽ 40-50 ഡിഗ്രിയും ഉള്ളപ്പോൾ ഇവിടെ 19 ഡിഗ്രിയും 16 ഡിഗ്രിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്തായാലും ഫോളോ ചെയ്യുക ഇവിടേക്ക് വരുമ്പോൾ. അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അതിനടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ബസ് കയറി പോകുന്നേ ഉള്ളൂ. ഈ കാലമേലത്തെ നമ്മുടെ ഈ പൊടിയും ചെളിയും ഇത് മുറിച്ച് കളയണമെന്ന് ആക്ച്വലി അവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നുള്ള കാലമേന്നുള്ള ചെളി കൊണ്ടുവന്ന് മണ്ണും കൊണ്ടുവന്ന് അവിടെ ആക്കാതിരിക്കാനാണേ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ ഈ സ്റ്റോറിൽ നിന്നാണ് ഞാൻ 4 വർഷം മുമ്പ് വന്നപ്പോൾ ഈ കാണുന്ന ജാക്കറ്റുകളുടെ ഒരു പാറ്റേണാണ് ഞാൻ അന്നും വാങ്ങിച്ചത്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ എന്തായാലും ചെയ്യണം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കയാക്ക് ബുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ട്. അതായത് ഡോവ് ലേക്കിനകത്ത് നമുക്ക് കയാക്കിങ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഓഫീസും ഉണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ഈ റൂട്ടിൽ കൂടി വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം നമ്മളോട് ഇന്നലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു.